കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് തോന്നിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കുട്ടികളുടെ ഒരു പരാതിയാണ്, അവരുടെ ഒരു വിഷമം കലർന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പഠനത്തിനൊപ്പം സമയം കണ്ടെത്തി വളർത്തിയെടുത്ത കോളിഫ്ലവറുകൾ കള്ളന്മാർ കൊണ്ടുപോയ വിഷമത്തിലാണ് തിരുവനന്തപുരം മോഡൽ LP സ്കൂളിലെ കുട്ടികൾ. കള്ളന്മാരെ പിടികൂടാൻ പോലീസും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കള്ളന്മാരെ കിട്ടിയാലും ഇല്ലെങ്കിലും സ്കൂളിൽ ഒരു മാതൃകാ കൃഷിത്തോട്ടം വളർത്തിയെടുക്കാനാണ് കുഞ്ഞുങ്ങളുടെ തീരുമാനം. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മന്ത്രി അപ്പൂപ്പനോട് അവർ പറയുന്നുമുണ്ട്. ഈ ദൃശ്യത്തിൽ കണ്ടതുപോലെ തൈക്കാട് മോഡൽ LP സ്കൂളിലെ കുഞ്ഞുങ്ങൾ നട്ട് നനച്ച് വളർത്തിയെടുത്ത 30 കോളിഫ്ലവറുകളാണ് കള്ളന്മാർ കൊണ്ടുപോയത്. അവരെ കള്ളന്മാർ എന്ന് മാത്രം വിളിച്ചാൽ പോരാ, മനസാക്ഷിയുടെ ഒരു അംശം പോലും ഇല്ലാത്ത സാമൂഹ്യ വിരുദ്ധർ എന്ന് തന്നെ വിളിക്കണം. കാരണം ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവും. ഈ എല്ലാ ദിവസവും നിങ്ങൾ വന്നിട്ട് ഈ കോളിഫ്ലവറൊക്കെ വെള്ളമൊഴിച്ച് നോക്കാറൊക്കെ ഉണ്ടായിരുന്നല്ലേ? നമ്മൾ രാവിലെയും വൈകുന്നേരവും എല്ലാ ചെടിക്കും വെള്ളം ഒഴിക്കും. പോണതിന് മുമ്പ് ഒന്നുകൂടി നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പം ഇതിങ്ങനെ ഒരു ദിവസം സ്കൂളിൽ വന്ന് നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. അപ്പം എന്താ തോന്നിയത്? എന്താ നമുക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ നോക്കിയപ്പോൾ 5 പോയിട്ടുള്ള നമ്മൾ അത്ര വിഷയമായിട്ടൊന്നും എടുത്തില്ല. എന്നിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും 30 പോയി. അപ്പം നമുക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മന്ത്രി അപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന മന്ത്രി അപ്പൂപ്പൻ ഏതായാലും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരാതിയിൽ എന്താ നിങ്ങളുടെ ഒരു വിഷമം മുഴുവൻ ഉണ്ടായിരുന്നല്ലേ? എന്താ പറഞ്ഞേ മന്ത്രി അപ്പൂപ്പൻ്റെ അടുത്ത്? എന്താ പറഞ്ഞേ? അത് നമ്മളെ കൂടെ ഉള്ള അനഘ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് എഴുതിയത്. അപ്പോൾ ഫേസ്ബുക്കിൽ അപ്പൂപ്പൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്, വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ പോലീസ് മാമന്മാരാണല്ലോ ഇത് അന്വേഷിക്കാൻ പോകുന്നത്, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം കള്ളനാരാണ്. ടീച്ചറെ, ഇപ്പൊ എന്തായാലും ഏത് രീതിയിലാണ് ഇനി അന്വേഷണമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക? നമ്മൾ സ്കൂളിൽ നിന്ന് PTA ഭാഗത്തുനിന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മിനിസ്റ്റർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അന്വേഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും കള്ളന്മാർ അത് കൊണ്ടുപോയെങ്കിൽ ഇനി നമ്മൾ വിഷമിക്കുന്നൊന്നുമില്ല. ടീച്ചറുണ്ട്, മന്ത്രിയുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ. അപ്പം ഇനി നമ്മൾ കൃഷിയായിട്ട് മുമ്പോട്ട് പോകും. എന്താ, എങ്ങനെയാ? ഇനിയും പോകണം. ഇതൊരു കൃഷി വിദ്യാലയമാക്കി മാറ്റാനാണ് നമ്മൾ എല്ലാവരുടെയും ഇഷ്ടം. എന്തായാലും മന്ത്രി അപ്പൂപ്പനൊക്കെ ഇടപെട്ടിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഓക്കെ. കുഞ്ഞു മനസ്സാണ് വേദനിച്ചിരിക്കുന്നത്, കളങ്കമില്ലാത്ത മനസ്സാണ്. കള്ളന്മാർ പിടിക്കപ്പെട്ടാൽ വലിയ ശിക്ഷ ഏൽക്കേണ്ടി വരും, ഉറപ്പാണ്. രതീഷ് വെൺപകലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമുക്കിപ്പം AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എത്ര നിഷ്കളങ്കമായിട്ടാണ് ആ കുഞ്ഞുങ്ങൾ പറയുന്നത്. കാരണം അവരെല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്ന, സ്കൂൾ വിട്ടുപോകുമ്പോഴും അവർ നോക്കിയിട്ടൊക്കെ പോകുന്ന കോളിഫ്ലവർ ആദ്യം 5 പോയത് കഴിഞ്ഞ് വിഷമമൊന്നും വന്നില്ല. പക്ഷേ 30 പോയി എന്ന് പറഞ്ഞപ്പം ആ കുഞ്ഞുങ്ങൾ എത്രമാത്രം വിഷമിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പം സ്റ്റെഫിൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ ആ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. സ്കൂളിൽ പോയപ്പോഴത്തെ വിശേഷങ്ങൾ പറയൂ സ്റ്റെഫിൻ. ജയലക്ഷ്മി, നമ്മൾ പല തവണ ഈ സ്കൂളിൽ പോയിട്ടുണ്ട് പല വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ, പ്രത്യേകിച്ചും ഈ കുഞ്ഞുങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ആ വിദ്യാലയത്തിൽ നടക്കുന്ന പല പരിപാടികളുമൊക്കെ ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. ഈ കുഞ്ഞുങ്ങൾ കൃഷി ചെയ്യുക, ഒരു കൃഷിത്തോട്ടം, പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി അവിടെ ചെന്ന് കഴിഞ്ഞാലും ആ സ്കൂളിൻ്റെ ചുറ്റുപാടുമൊക്കെ നല്ല വൃത്തിയായി ഇങ്ങനെ പൂക്കളും അതോടൊപ്പം കൃഷിയും. അപ്പം കുട്ടികളെ കൂടുതൽ മണ്ണിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഉദ്യമമാണ് യഥാർത്ഥത്തിൽ സർക്കാർ വിദ്യാലയത്തിൽ നടക്കുന്നത്. അതിനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കള്ളന്മാർ നശിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. കാരണം ആദ്യം 5 പോകുന്നു, അതിനുശേഷം 30 പോകുന്നു. കോവിഡ് കാലത്തിന് ശേഷമാണ് ഇത്രയധികം നല്ല രീതിയിൽ കൃഷി അവിടെ ചെയ്ത് വരുന്നത്, അധ്യാപകരുടെയും PTA-യുടെയും കുട്ടികളുടെ എല്ലാം നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്നത് ഈ ഇവിടെ വിളയുന്ന പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചാണ്. കോളിഫ്ലവറും അതോടൊപ്പം വഴുതണയും തക്കാളിയും അങ്ങനെ എല്ലാ പച്ചക്കറികളും ഒക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ ഒരു ആഹാരം കൂടിയാണ് ഈ കള്ളന്മാർ മുടക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാന കാരണം. അങ്ങനെ മുടങ്ങിയെന്ന് പറയുന്നില്ല, അതിന് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുമെങ്കിൽ പോലും അവരുടെ മനസ്സിൽ വലിയൊരു ദുഃഖം അത് ഉണ്ട്. അതൊക്കെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും മന്ത്രിയും പോലീസും എല്ലാം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ആ കള്ളന്മാരെ പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിന് കഴിയുന്നതേ ഉള്ളൂ. പോലീസിൻ്റെ ഒരു കൃത്യമായ അന്വേഷണം ഉണ്ടെങ്കിൽ അത് കഴിയും. കാരണം ആ സ്കൂളിൽ CCTV ഒന്നുമില്ല, അതിന് തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിൻ്റെ ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണത്തിൽ കള്ളന്മാരെ പിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതിലൊക്കെയാണ് കുട്ടികളുടെ പ്രതീക്ഷ. കള്ളന്മാരെ എന്തായാലും
എന്തായാലും പിടിക്കണം എന്നുള്ളതാണ് കുട്ടികൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ആ സ്കൂളിൽ ഒരു CCTV ഒക്കെ സ്ഥാപിക്കണം. അത്തരത്തിൽ ഒരു സുരക്ഷിതമായി അവർക്ക് വലിയൊരു കൃഷിത്തോട്ടമായി അത് വളർത്തിയെടുക്കണമെന്നും ഇനിയും അവർ അത് ആഗ്രഹിക്കുന്നു. കൃഷിത്തോട്ടത്തിന്റെ പരിപാടികളുമായി അവർ പോകുമെന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസവും അല്ലേ സ്റ്റെഫിൻ? അത് കയ്യടി അർഹിക്കുന്നത് തന്നെയാണ് ഈ ചെറിയ പ്രായത്തിൽ. തീർച്ചയായിട്ടും. അതായത് ഈ കോളിഫ്ലവർ മോഷണം പോയെങ്കിലും അവർ അതിൽ തളരുന്നില്ല. ഇനിയും തുടർന്നും ഇതൊരു വലിയ കൃഷിയിടമാക്കി മാറ്റണമെന്നൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന് അധ്യാപകരും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും എല്ലാം അവർക്ക് പിന്തുണയായി ശക്തിയായി കൂടെ. തീർച്ചയായിട്ടും സ്റ്റെഫിൻ, എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ വേദന, അവരുടെ ഒരു വിഷമം, നിഷ്കളങ്കമായിട്ടാണ് അവർ ആ വിഷമം പറയുന്നത്. അവർ നട്ടുവളർത്തിയ ആ കോളിഫ്ലവർ കള്ളന്മാർ കൊണ്ടുപോയത്. എന്തായാലും അവരിനി ഊർജ്ജസ്വലരായി തന്നെ മുന്നോട്ട് പോകും, കള്ളന്മാരെ കണ്ടുപിടിക്കുകയും ചെയ്യും. സ്റ്റെഫിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.